നമസ്കാരം, എല്ലാവർക്കും ധന്യേഷ് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മാധ്യമപ്രവർത്തകർക്ക് നേരെ കേന്ദ്രമന്ത്രിയുടെ കയ്യാങ്കളി. മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളി അരിശം തീർത്ത് സുരേഷ് ഗോപി. ഇത്തരത്തിലുള്ള ടൈറ്റിലും തംബ്നെയിലും ക്യാപ്ഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലേ. സത്യത്തിൽ ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? മാധ്യമപ്രവർത്തകരുടെ ഭാഗത്താണോ അതോ സുരേഷ് ഗോപിയുടെ ഭാഗത്താണോ? ഞാൻ ഈ സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പ്രേക്ഷകർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ ഒരു സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, പേഴ്സണലി സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയുടെ പല അഭിപ്രായങ്ങളോടും അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തികളോടും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ 100% സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമ്മൾ ഈ മാധ്യമ പ്രവർത്തനം എന്നുള്ള പേരിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ സഞ്ചാര സ്വാതന്ത്ര്യത്തെയോ വഴി നടക്കാനുള്ള അവകാശത്തെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നടത്തുന്നതിന് എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്? മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏത് മാധ്യമ പ്രവർത്തകർക്കായാലും ഞങ്ങൾക്ക് എവിടെയും കയറി ചെല്ലാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് ഏത് രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഈ ഒരു വിഷയം തന്നെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്, എനിക്ക് പറയാൻ താല്പര്യം ഇല്ല എന്നുള്ളത്. അതറിഞ്ഞുകൊണ്ട് വീണ്ടും വായ്ക്കകത്തേക്ക് കോല് തിരികെ കയറ്റുന്ന പോലെ ഈ മൈക്കും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേർക്ക് പോയി അദ്ദേഹം അതിനുശേഷം പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകനെ തള്ളി മാറ്റുന്നു. അങ്ങനെ തള്ളിക്കൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രിയുടെ കയ്യാങ്കളി, അദ്ദേഹം പിടിച്ച് തള്ളുന്നു, അരിശം തീർക്കുന്നു, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ് ഇവിടെ കണ്ടത്, അഹങ്കാരമാണ് ഇവിടെ കണ്ടത് എന്നുള്ളതൊക്കെ. ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചൊറിയാൻ ചെന്നതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു റിയാക്ഷൻ ഉണ്ടായത്. അദ്ദേഹത്തിന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, പ്രസ്തുത വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വമേധയാ അദ്ദേഹം തന്നെ വന്ന് മറുപടി പറയുമായിരുന്നല്ലോ, പ്രതികരണം നടത്തുമായിരുന്നല്ലോ. അദ്ദേഹത്തിന് പറയാൻ താല്പര്യം ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ പറയുന്നുണ്ട്. വീണ്ടും ഈ മാധ്യമപ്രവർത്തകർ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവൂ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിലും മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് ശാഠ്യം പിടിച്ച് പോയാൽ ഒരു പക്ഷേ ഇതുപോലെയായിരിക്കും സുരേഷ് ഗോപി എന്നല്ല മറ്റേത് വ്യക്തിയിൽ നിന്നും കിട്ടുന്ന പ്രതികരണം. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർ കടക്ക് പുറത്ത് എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തുകൊണ്ടാണ് യൂസ് ചെയ്തത്? അതുപോലെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള മൈക്കും കുത്തിപ്പിടിച്ചുകൊണ്ട് പോകാനുള്ള ധൈര്യം ഈ മാധ്യമപ്രവർത്തകർ കാണിക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് മുഖ്യമന്ത്രിയാണ്, ഇത് സുരേഷ് ഗോപിയാണ് എന്നതുകൊണ്ടാണോ? ഇതിപ്പോൾ സുരേഷ് ഗോപി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞില്ല, പക്ഷെ അതിന് സമാനതകളുള്ള ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തു. അതിലൊന്നും ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല. അദ്ദേഹത്തിന് മറുപടി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഏതൊരു കാര്യം നോക്കുന്ന സമയത്തും ഈ മാധ്യമപ്രവർത്തകരുടെ അമിത സ്വാതന്ത്ര്യം അത് വല്ലാതെ അങ്ങോട്ട് കൈ കടത്തുന്നു, അല്ലെങ്കിൽ അത് കടന്നു പോകുന്നു എന്നുള്ളത് എനിക്ക് പല സമയത്തും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു മരണ വീട്ടിൽ അല്ലെങ്കിൽ ഒരു വിവാഹ വീട്ടിൽ, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷം നടക്കുന്ന സമയത്ത് ഈ മൈക്കും പിടിച്ചുകൊണ്ട് അവരുടെ പ്രതികരണം എടുക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. മരണ വീട്ടിലായിക്കോട്ടെ, മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ ഉറ്റവരും ഉടയവരുമായുള്ള ആളുകളോട് അവരവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ അവരുടെ കണ്ണീരിനെ പോലും ക്യാമറ കൊണ്ട് സൂം ചെയ്ത് കാണിക്കും. ഈ മാധ്യമപ്രവർത്തകർ അവിടെ പോയി ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ്, ഈ ഒരു മരണത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു സമയത്തെ പ്രതികരണം എന്താണ്? ഇതിപ്പോൾ ഞാൻ ഇല്ലാവചനം ഉണ്ടാക്കി പറയുകയല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ പല ന്യൂസ് ചാനലുകളും സെർച്ച് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു വിവാഹ ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലൊരു വിശേഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് അവരുടെ നേർക്ക് പോയി അവർ അത്രയധികം തിരക്കിൽപ്പെട്ട് ഓടി നടക്കുകയായിരിക്കും. അതിനിടയ്ക്ക് പോയി അവരുടെ പ്രതികരണം എടുക്കാനായിട്ട് പോകും. ഈ മരണ വീട്ടിൽ തന്നെ ഈ മരണം കാണാൻ വന്ന ആളുകളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടുള്ള ആളുകൾ അവർ കണ്ടു മടങ്ങി പോകുന്ന സമയത്ത് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം എത്ര കാലം മുമ്പ് തുടങ്ങിയതാണ്? എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ? വല്ലാത്തൊരു അരാജകത്വം തന്നെയാണ്, വല്ലാത്തൊരു ഇറിറ്റേഷൻ. അവരുടെ ആ ഒരു സമയത്തെ മാനസികാവസ്ഥ എന്താണ് എന്ന് പോലും പരിശോധിക്കാൻ എന്ന് പോലും മനസ്സിലാക്കാതെ ഈ മാധ്യമപ്രവർത്തകർ എന്നുള്ള ഞങ്ങൾക്ക് അങ്ങനെ ആ ഒരു വിഭാഗം, ഞങ്ങൾക്ക് എവിടെയും കയറി ചെല്ലാനുള്ള അമിത സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കയറി ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ത് തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ്?
ഇതിനെയൊക്കെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു ഇതുപോലുള്ള മാധ്യമ പ്രവർത്തികളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അത് തന്നെയാണ് സത്യത്തിൽ ഇവിടെ സുരേഷ് ഗോപിയോട് ചെയ്തത്. ഇപ്പോൾ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി എന്നല്ല, മറ്റേത് വ്യക്തി ആയിക്കോട്ടെ ആ സമയത്ത് അങ്ങനെ മാത്രമേ പ്രതികരിക്കുള്ളായിരുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഒക്കെ അടുത്താണ് ഇത്തരത്തിൽ പോയിരുന്നത്, എന്നാൽ ചിലപ്പോൾ ഈ കയ്യാങ്കളി എന്ന് പറയുന്ന പോലെ തല്ലി വരെ കൊണ്ടിട്ടുണ്ടാകും. അതുപോലെയാണ് ഈ മാധ്യമപ്രവർത്തകർ അങ്ങേയറ്റം പല സമയത്തും ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ മെൻ്റലി ടോർച്ചർ ചെയ്യാം അതുപോലെയൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്നുള്ള പേരിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ വഴി നടക്കാനുള്ള അവകാശം, ഒരു വ്യക്തി മര്യാദയ്ക്ക് പോകുന്നു, മര്യാദയ്ക്ക് നടന്നു പോവുകയാണ്, ആ വ്യക്തിയോട് പോയി അവർക്ക് പറയാൻ താല്പര്യമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതിന് നമുക്ക് ഒരിക്കലും മാധ്യമ പ്രവർത്തനമായിട്ട് പറയാനേ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തോട് ഞാൻ യോജിക്കുന്നില്ല.